Hello friends, welcome back to my channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ കേക്കിന്റെ വീഡിയോ ആണ്. എൻ്റെ മോന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കാർ കേക്ക് ആണിത്. കാർ ഷേപ്പിലുള്ള മോൾഡ് ഇല്ലാതെ തന്നെ നമുക്ക് കാർ കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കേക്കിന്റെ ബേസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചോക്ലേറ്റ് കേക്ക് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 8 ഇഞ്ചിന്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഓയിൽ വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്ലവർ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിന്നൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട ഫ്ലോറൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ മൈദയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും ഒക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് 4 കോഴിമുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടയുടെ വെള്ളം നല്ലതുപോലെ പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ടയുടെ വെള്ളയൊക്കെ നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 കോഴിമുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. ഇനി ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് നമുക്ക് 1/2 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പെയിൽ യെല്ലോ കളറായി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറും ഫ്ലോറും എല്ലാം കൂടിയുള്ള ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മെറയും ചേർത്ത് കൊടുക്കാം. അതും കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബാറ്റർ മുഴുവനായിട്ട് കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട്. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ 40 മിനിറ്റ്സ് ഇതിനെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. റെഡി ആയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ ഇൻസേർട്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വയർ റാക്കിലേക്ക് കമഴ്ത്തിയിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കമഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ കേക്ക് താഴ്ന്നു പോകും. ഇനി ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബൗളും വിസ്ക് അറ്റാച്ച്മെൻറ്റും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2-3 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ ബീറ്റ് ചെയ്ത് കാണിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് സമയം ഞാൻ ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സോഫ്റ്റ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്.
നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം നല്ലതുപോലെ ബീറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പാച്ചില കൊണ്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടൊന്ന് കമഴ്ത്തി വെച്ച് നോക്കിയാൽ മതി. ക്രീം താഴെ പോകുന്നില്ലെങ്കിൽ ഇത് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ടൊരു ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ക്രീം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 50 ഗ്രാം ചോപ്പ് ചെയ്തെടുത്ത ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇതിനെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കും നല്ലതുപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ പാനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലൂടെ ഇത് കത്തി ഓടിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ നമ്മൾ കേക്ക് പാനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ടിന്നിലൊന്നും അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കേക്ക് ടിന്നിൽ നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കിനി ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സെറേറ്റഡ് ആയിട്ടുള്ള നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ആ ഒരു മുകളിലത്തെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കേക്ക് ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് ആ ഒരു കട്ടിയുള്ള ഭാഗം ഒന്ന് ട്രിം ചെയ്ത് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രീം വെച്ച് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്ക് ഒന്ന് വെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് അതിന് മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കതിന് മുകളിലായിട്ട് വിപ്പ് ചെയ്തെടുത്ത ക്രീം വെച്ച് കൊടുക്കാം. ക്രീം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനൊരു സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഞാനതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത് കേക്കിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 ലെയറും ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തു. നമുക്കിനി ഇതിനെ കാർ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നൊരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കേക്ക് ടിന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും നിങ്ങളുടെ കാറിൻ്റെ സൈസ്. അപ്പോൾ അതേ അളവിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ കേക്കിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു സ്ലൈസ് കേക്ക് ഇതിൽ നിന്ന് ഞാൻ മാറ്റുന്നുണ്ട്. എന്നാലേ അതിൻ്റെ ആ ഒരു വീതി കറക്റ്റായിട്ട് വരികയുള്ളൂ. എന്നിട്ട് നമുക്ക് കേക്കിന് മുകളിലായിട്ട് കുറച്ച് ക്രീം വെച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് കാറിൻ്റെ ഷേപ്പിലാവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രീം കേക്ക് ബോർഡിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് സൈഡ്സിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ബോർഡ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ക്രീം കൊണ്ട് നല്ലതുപോലെ കേക്ക് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് സ്പാച്ചില കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ടൊന്നും ഫിനിഷ് ചെയ്യണമെന്നില്ല, കാരണം ഇതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും പൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 30 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കാറിൻ്റെ വിൻഡോ ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെയും സൈഡ്സിലെയും വിൻഡോസ് വൈറ്റ് കളറിൽ വിപ്ഡ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്റ്റാർ ടിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ചെയ്യാവുന്നതാണ്.
ഞാനിപ്പോൾ വിൻഡോസ് എല്ലാം വൈറ്റ് കളറിലെ ക്രീം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെഡ് കളറിലെ കാറാണ്. അതുകൊണ്ട് ഞാനിവിടെ റെഡ് ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കളർ ചേർത്ത് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കളറൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏറ്റവും ചെറിയ സ്റ്റാർ ടിപ്പാണ്. ചെറിയ സ്റ്റാർ ടിപ്പ് നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. കളർ കോമ്പിനേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് റെഡും വൈറ്റുമാണ്. നമുക്കിനി ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ സ്റ്റാർ ടിപ്പ് നോസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ടൈം എടുക്കും ഇതൊന്ന് പൈപ്പ് ചെയ്ത് തീരാനായിട്ട്. അപ്പോൾ കുറച്ച് ക്ഷമ വേണം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വിൻഡോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ വിൻഡോസിനൊക്കെ ഞാൻ കൊടുക്കുന്നത് വൈറ്റ് കളർ തന്നെയാണ്. ഞാൻ മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വീൽസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒറിയോ കുക്കീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണ്ടൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 4 വീൽസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വിൻഡോസിനൊക്കെ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഐസ് വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ബോർഡറൊക്കെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രോസ്റ്റിംഗ് ഇപ്പോൾ ഏകദേശം കഴിയാറായി. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ താഴെയായിട്ട് ഗ്രീൻ കളറിൽ ഗ്രാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിലെ ക്രീം ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടും ഞാൻ ഗ്രീൻ കളറിലെ ജെൽ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ യെല്ലോ കളർ കൊണ്ട് കേക്കിന് മുകളിലായിട്ട് 4 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കാറിൻ്റെ ഹെഡ്ലൈറ്റിലും യെല്ലോ കളറിൽ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കേക്കിന് ഡെക്കറേഷൻസ് ഒക്കെ പൂർത്തിയായി. ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. കാണാൻ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലെന്ന് അറിയാം, എങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേ കേക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പിയും വീഡിയോയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.